ഈ വവ്വാലുകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ 9.5 കോടി രൂപ മുടക്കി 1989 സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് 450 കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ കണക്കാക്കിയത്. ഈ പ്ലാന്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. വിറ്റുവരവിൽ 100 കോടി പിന്നിട്ട് പൊതുമേഖലാ സ്ഥാപനമായ KSDP. ചരിത്രത്തിൽ ആദ്യമായി ഈ മരുന്ന് നിർമ്മാണ കമ്പനി ഇത്ര വലിയ നേട്ടം കൈവരിക്കുന്നത്. കോവിഡ് കാലത്ത് സംസ്ഥാനത്തുടനീളം മിതമായ നിരക്കിൽ സാനിറ്റൈസർ എത്തിച്ചതും KSDP ആണ്. 2003 മുതൽ 2006 വരെ പ്രവർത്തനം തന്നെ നിലച്ചുപോയൊരു സ്ഥാപനമാണ് ഈ സാമ്പത്തിക വർഷത്തിന്റെ ഒരു പാദം ബാക്കി നിൽക്കെ ഇത്ര വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 13 കോടിയോളം രൂപയുടെ ലാഭമാണ് ആലപ്പുഴയിലെ KSDPയെ ഉണ്ടാക്കാനായത്. 2016 മുതൽ പടിപടിയായി ഉയർന്ന ഉൽപാദനവും വിപണനവുമാണ് മികച്ച നേട്ടത്തിലേക്കെത്താൻ സ്ഥാപനത്തെ സഹായിച്ചത്. KSDPയിൽ പുതിയ ഇഞ്ചക്ഷൻ പ്ലാന്റിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർക്ക് ദിവസേന കഴിക്കാനുള്ള മരുന്ന് കുറഞ്ഞ ചെലവിലെത്തിക്കാനുള്ള പദ്ധതിയും അവസാന ഘട്ടത്തിലാണ്. ഗുണനിലവാരമുള്ള സാനിറ്റൈസർ നിർമ്മിച്ച് പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും സ്ഥാപനത്തിന് കഴിഞ്ഞിരുന്നു. 15 ലക്ഷം ലിറ്റർ സാനിറ്റൈസറാണ് ഈ കോവിഡ് കാലത്ത് KSDP വിപണിയിലെത്തിച്ചത്.